നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ശക്തമായ ഓപ്പണിംഗ് ആണ് ഇന്ന് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല വെള്ളിയാഴ്ച ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ 10 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ ആഡ് ചെയ്യപ്പെട്ടു. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് രാവിലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലോകമാകമാനം ഉറ്റുനോക്കിയിരുന്ന US-ഇറാൻ ഡീലിനെ കുറിച്ച് ഇരുപക്ഷവും ഒരു കരാറിലെത്തിയതായിട്ട് മധ്യസ്ഥനായ പാകിസ്ഥാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായിട്ടുള്ള കരാർ ഇപ്പോൾ പൂർത്തിയായെന്നും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറാൻ US ഡീൽ നടന്നതായിട്ടുള്ള പ്രഖ്യാപനവും ഔദ്യോഗികമായി തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തു. മാത്രമല്ല മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ജൂൺ 19 സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് ഇരു കൂട്ടരും തമ്മിലുള്ള ഡീലിന്റെ ഒപ്പുവയ്ക്കൽ നടക്കുമെന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ഈ ഡീലിനെ ഒരു കംപ്ലീറ്റ് ഡീൽ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അതേസമയം ഇറാൻ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അതായത് തങ്ങളുടെ 14 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഹോർമോസിലെ ബ്ലോക്കേഡ് US ഉടനടി തന്നെ മാറ്റുമെന്നും കൂടാതെ ഇറാന്റെ ഫ്രീസ് ചെയ്യപ്പെട്ട വസ്തുവകളിൽ നിന്ന് $12 ബില്യൺ അൺഫ്രീസ് ചെയ്യുമെന്നുള്ള കൂട്ടിച്ചേർക്കലുകളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. USഉം മധ്യസ്ഥരായ പാകിസ്ഥാനും ഡീലിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായിട്ട് ഡീലിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ളൊരു പ്രതികരണം വന്നിട്ടുമില്ല. എങ്കിലും USന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ പ്രതികരണത്തെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് അതിശക്തമായി തന്നെ ഉയരുകയും ചെയ്തു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ HDFC ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ ടെക്നോളജീസ് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഉൾപ്പെടെ ഏകദേശം 43ഓളം കമ്പനികളുടെ ഡിവിഡന്റിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയും റൈറ്റ് ഇഷ്യൂവിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ആണ് ഈ ആഴ്ചയിൽ. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 23,800 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിലും തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,000, 24,200 എന്നീ ലെവലുകൾ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ 24,200 എന്ന ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് അതിശക്തമായി നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 23,300 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ഇനി എന്തെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 23,100 തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട മെയ് മാസത്തെ ഇന്ത്യയിൽ നിന്നുമുള്ള റീറ്റെയിൽ ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വരികയും ചെയ്തത്. ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 16 മാസം ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. എങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് താനും. ഇന്നും ഇന്ത്യയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതുപോലെ തന്നെ 12 മണിയോടുകൂടി വിവിധ തരത്തിലുള്ള മെയ് മാസത്തെ WPI ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി മെയ് മാസത്തിൽ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും റിലീസ് നടക്കാനുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ല. വെള്ളിയാഴ്ച വെളുപ്പിനോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും US-ഇറാൻ ഡീലിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട ശക്തമായ റാലി ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായി. തൽഫലമായി നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് സിംഗിൾ ഡേയിൽ 10 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ ആഡ് ചെയ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് BSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,62,000 കോടി രൂപയായിട്ട് ഉയരുകയും ചെയ്തു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും 1,082.18 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുക തന്നെയാണ് ചെയ്തത്. എങ്കിലും ഈ കലണ്ടർ മാസത്തിലെ
ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ് അവർ സെല്ലിംഗ് നടത്തിയതും. കഴിഞ്ഞ 10-ാം തീയതി ബുധനാഴ്ച മുതൽ ഓരോ ദിനത്തിലും സെല്ലിംഗ് തുടരുമ്പോഴും അവർ സെല്ലിംഗ് കുറയ്ക്കുന്ന കാഴ്ചകളും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5341.29 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 4.25%, HDFC ബാങ്ക് ADRന് 1.5%, ICIC ബാങ്ക് ADRന് 1.5%, ഇൻഫോസിസ് ADRന് 1.5%, വിപ്രോയ്ക്ക് 2.5%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ബാങ്കിംഗ് സ്റ്റോക്കുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുവാൻ സാധിച്ച പ്രകടനം ADRലും പ്രതിഫലിപ്പിക്കുവാനുമായി. എങ്കിലും ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5%-നടുത്ത് ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ സ്പേസ് എക്സിന്റെ ലിസ്റ്റിംഗ് ആയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ IPO പ്രൈസിൽ നിന്നും 19% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചതെങ്കിലും ഈ വരുന്ന ആഴ്ചയിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കെ മറ്റുള്ള സ്റ്റോക്കുകൾ നേരിയ തോതിൽ ഫോൾ ആയെങ്കിലും S&P 500-ന് 0.5%-ന്റെയും നാസ്ഡാക്കിന് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.25%-നടുത്ത് അഥവാ 367 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.6%-ന്റെയും ഫ്രാൻസ് മാർക്കറ്റിന് 1.8%-ന്റെയും ജർമ്മൻ മാർക്കറ്റിന് 1.25%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇപ്പോൾ സമയം രാവിലെ 6:40 നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 1.25%-ന്റെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്, അഥവാ 288 പോയിന്റുകളുടെ. ഇന്ന് മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി മാർക്കറ്റ് ഓപ്പൺ ആകാൻ 2 മണിക്കൂറിലേറെ ബാക്കിയുള്ളതിനാൽ തന്നെ മറിയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ മാർക്കറ്റ് 5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 5.25%-ലേറെയും നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വെളുപ്പിനോടുകൂടി എണ്ണയുടെ വിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3%-ലേറെ ഇടിവായിരുന്നു അനുഭവപ്പെട്ടതെങ്കിൽ ഇന്ന് വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3.82%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.53%-ന്റെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $3.36 ഇടിവോടുകൂടി $83.97 ആയിട്ടും അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $4 ഇടിവോടുകൂടി $80.91 പെർ ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ 1.25%-ന്റെ അഥവാ $71 മുകളിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. $4,294.93 പെർ ഔൺസ് എന്ന നിലയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ റാലിയുടെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR ശക്തമായി തന്നെ മാറിമറിഞ്ഞു 1.75 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. കൂടാതെ മാക്സ് പെയിനും 23,500 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് നിഫ്റ്റിയുടെ PCR ഇത്രയ്ക്കും അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറുന്നതും. മാത്രമല്ല വെള്ളിയാഴ്ചയുണ്ടായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് ജൂൺ മാസത്തിൽ ഇതാദ്യമായിട്ട് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്തു. RSIയിലും ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പ്രിഫറൻഷ്യൽ ലൈനായ 50 എന്ന ലെവലും മറികടന്നുകൊണ്ട് 51.25 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും മാറിമറിയാനുള്ള സാധ്യതകളാണ് ഏറെയും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഏറ്റവും പുതിയ പേറ്റന്റ് സഹകരണ ഉടമ്പടി റാങ്കിങ്ങിൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ജിയോ പ്ലാറ്റ്ഫോംസ് ആഗോളതലത്തിൽ മികച്ച 20 കമ്പനികളുടെ പട്ടികയിൽ ഇടം നേടി. NLC ഇന്ത്യ തെലുങ്കാനയിലെ സാഗാറെഡ്ഡിയിലുള്ള ഗോവിന്ദപൂർ വനേഡിയം ടൈറ്റാനിയം ആൻഡ് അലൂമിനസ് ലാറ്ററൈറ്റ് ബ്ലോക്കിന്റെ മുൻഗണനാ ലേലക്കാരനായിട്ട് കമ്പനിയെ പ്രഖ്യാപിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആന്ധ്രാപ്രദേശിൽ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള വിജയകരമായ ലേലക്കാരനായിട്ട് കമ്പനിയെ പ്രഖ്യാപിച്ചു. RBL ബാങ്ക്
ജൂൺ 12 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തേക്കും കീ മാനേജറിയൽ പേഴ്സണലായിട്ടും ശ്രീ ഭവൻ ലുഖ്വാത്തയെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. നമ്മൾ വെള്ളിയാഴ്ച സ്റ്റോക്ക് ന്യൂസിൽ കണ്ടിരുന്നു ഇതിനുള്ള സാധ്യതകളുണ്ടെന്ന്. എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മുൻപ് HDFC ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിരുന്നു. SEPC 4.08 മെട്രിക് ടൺ പെർ ആനം ക്രൂഡ് സ്റ്റീൽ വികസന പദ്ധതിക്കായിട്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 673.32 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. BPCL 2025-26 വർഷത്തെ ഫൈനൽ ഡിവിഡന്റ് ആയിട്ട് 19 രൂപ 25 പൈസ പെർ ഷെയർ നിലയിൽ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 14, 2026 ആണ് ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. കരൂർ വ്യാസ ബാങ്ക് വിദേശ കറൻസി നോൺ റെസിഡന്റ് നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷത്തിലേക്കോ അതിൽ കൂടുതലോ കാലാവധിയുള്ള $, FCNR നിക്ഷേപങ്ങൾക്ക് പ്രതിവർഷം 7% പലിശ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. മീഷോ B2B കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ കിരാന ക്ലബിനെ 202.08 കോടി രൂപയ്ക്ക് കമ്പനി ഏറ്റെടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായിട്ട് ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും ചെയ്യും. നെസ്ലെ ഇന്ത്യ മാഗി നൂഡിൽസിൽ കീടബാധയുടെ സാന്നിധ്യം സംബന്ധിച്ച ആരോപണങ്ങൾ കമ്പനി നിഷേധിച്ചു. നമ്മൾ വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. ഈ ഒരു റിപ്പോർട്ട് വന്നതിനെ തുടർന്നായിരുന്നു വെള്ളിയാഴ്ച സ്റ്റോക്കിൽ 3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിപ്പോൾ കമ്പനി നിരസിക്കുകയാണ് ചെയ്തത്. സനോഫി ഇന്ത്യ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കിൽ 1.14% ഓഹരികൾ അഥവാ 2.64 ലക്ഷം സ്റ്റേക്ക് 83.19 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.